ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ബാലനും മക്കളും ധർമ്മനും ഒത്ത് ടൂറ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടിക്കകത്ത് ആകെ ശാന്തതയാണ്. അപ്പോൾ ബാലൻ തിരക്കും, ഇതെന്താടാ നിങ്ങൾക്ക് ആർക്കും ഒരു സന്തോഷമില്ലാത്തത്? എല്ലാവരും എന്തോ മരണ വീട്ടിൽ പോകുന്ന പോലെ ഇരിക്കുന്നത്, ഇങ്ങനെയാണോ ഒരു ടൂറ് പോകുന്നത് എന്ന് ചോദിക്കുക. അതളിയ കന്യാകുമാരി എത്തിക്കഴിയുമ്പം അളിയ ഞങ്ങളുടെ ആട്ടും പാട്ടും ആഘോഷ തിമിർപ്പും ഒക്കെ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ധർമ്മം പറയും കേട്ടോ. അത് കേൾക്കുമ്പം ബാലൻ പറയും, അത് പോരാ, വണ്ടിക്കകത്തേ ഒരു ഓളം വേണം, പാട്ട് വേണം, നിങ്ങളെ ഒന്ന് ആക്റ്റീവാക്ക്, ഇങ്ങനെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എടാ ആനന്ദേ, നീ ഒരു പാട്ട് പാടിക്കേ എന്ന് ആനന്ദിനോട് പറയാം. അത് കേൾക്കുമ്പം ആനന്ദ്, അച്ഛാ എനിക്കിപ്പോൾ പാടാൻ പറ്റില്ല എന്ന് പറയണം. എന്നാൽ നീ പാടണ്ട. ആര്യ, നീ ഒരു പാട്ട് പാടടാ. അല്ലേ ആകാശേ, എടാ നിനക്കെന്താ ഒരു പാട്ട് പാടിയാലേ എന്ന് ചോദിക്കുക. ഈ അച്ഛനത് എന്തു പറ്റി എന്ന് ആകാശപ്പം ആര്യൻ്റെ ചെവി വന്ന് പതിയെ ചോദിക്കുകയാണ് കേട്ടോ. ആര്യൻ എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. അതിപ്പം പാട്ടെന്നൊക്കെ പറഞ്ഞാൽ അച്ഛ അവിടെ ചെല്ലട്ടെ അച്ഛ, അവിടെ ചെന്ന് കഴിയുമ്പം നമുക്ക് ആഘോഷിക്കാം എന്ന് ആര്യൻ പറയണം. ഇങ്ങനെ പോയാലേ ഒരു രസമില്ല. ടൂർ എന്നൊക്കെ പറയുമ്പം അതിനൊരു ഓളമൊക്കെ വേണം, ആരെങ്കിലുമൊക്കെ പാട്ട് പാടിയേ പറ്റൂ. എടാ ധർമ്മ, നീ ഒരു പാട്ടെന്നാ പാടടാ എന്ന് പറയാം. അതിപ്പോൾ അളിയാ പാട്ടെന്നൊക്കെ പറയുമ്പം ഗംഗയെ തന്നെ ഞാൻ പിടിക്കാം, നിങ്ങൾ താളം പിടിച്ചോ എന്ന് ധർമ്മം പറയും. ദേ എൻ്റെ പൊന്നുമാമ, ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകരുതേ എന്ന് ആകാശപ്പം പറയും കേട്ടോ. അപ്പം ആരിനും പറയും, നിങ്ങൾ ശ്വാസം പൊട്ടിച്ചാകും, അതുകൊണ്ട് ഗംഗയൊന്നും പിടിക്കണ്ട എന്ന് പറയണം. നീ പോടാ, ഞാൻ ഗംഗ തന്നെ പാടുന്നുള്ളൂ എന്ന് പറയാം. ദേ മാമ, വേണ്ടെന്നാ പറഞ്ഞത്. എന്നെപ്പോലൊരു കലാകാരനെ നിങ്ങൾ ആരും അംഗീകരിക്കില്ല, അതാ എന്നെപ്പോലുള്ള ഒരു മുരടിച്ചു പോകുന്നത്. ഞാൻ പാടുന്നില്ല, പ്രശ്നം തീർന്നില്ലേ എന്ന് അപ്പം ധർമ്മം പറയാൻ കേട്ടോ. ആർക്കും പാടാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ തന്നെ പാടാം എന്ന് പറഞ്ഞ് ബാലൻ ഒന്ന് കൈയൊക്കെ നിവൃത്താണ് കേട്ടോ. എന്നിട്ട് പാടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ പാട്ട് പാടാൻ പോവാ, നിങ്ങളൊക്കെ താളം പിടിച്ചോണം എന്ന് പറയാം. അപ്പം പെട്ടെന്ന് ആരും മനസ്സ് ചിന്തിക്കുക, ഈ അച്ഛനത് എന്ത് പറ്റി, ആരെങ്കിലും തലക്കടിച്ചോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പം ആകാശം അതേ ചിന്ത തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഭയങ്കര താളമൊക്കെ പിടിച്ച് നമ്മുടെ ബാലൻ ഒരു പാട്ടങ്ങ് പാടും. ഒരു പഴയ ശോകഗാനമാണ് പാടുന്നത്. ഇതാണോടാ അടിച്ചു പൊളിക്കുമ്പം പാടേണ്ട പാട്ട് എന്ന് ധർമ്മനപ്പം ആരിൻ്റെ ചെവി പതിയെ രഹസ്യം പോലെ ചോദിക്കേ. എനിക്കറിയില്ല എൻ്റെ പൊന്നു മാമ എന്ന് പറയാം. അപ്പം ആരും തൻ്റെ പാട്ടിനോട് പ്രതികരിക്കാത്ത കാണുന്ന ബാലൻ പറയും, ഇതെന്നാ ഞാൻ ഇത്രയും നല്ല പാട്ട് പാടിയിട്ടും നിങ്ങളാരും താളം പിടിക്കാത്തത്? ഏറ്റു പാടടാ, എന്നാലേ ഒരു ശബ്ദമുഖരിതമാകൂ, വേഗം പാട് എന്ന് പറയാം. അപ്പം ബാലൻ പാടുന്ന അതേ വരികളൊക്കെ അവരും ഏറ്റു പാടുകയാണ് കേട്ടോ, വളരെ സങ്കടപ്പെട്ടുകൊണ്ട്. എന്നിട്ട് ആകാശ് പറയും, ഹോ ഇതിലും ഭേദം വീട്ടിലെങ്ങാനും ഇരിക്കുന്നതായിരുന്നു എന്ന് പറയണം കേട്ടോ. അങ്ങനെ അവർ യാത്ര പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബാലൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആനന്ദിന് ചിരി വരിക ചെയ്യുന്നത്. ഇതേ സമയം ദേവമംഗലത്ത് ഗോമതി അടുക്കളയിൽ ഓരോരോ പണികളാണ്. മീനും മിത്രയും കൂടി താകൃതിയായി ഓരോ പ്ലാനുകളൊക്കെ തയ്യാറെടുക്കുക. എന്നിട്ട് ഗോമതിയെ വിളിക്കും. അപ്പോൾ ഗോമതി ഓടി അവരുടെ അടുത്തേക്ക് വരും. എന്താ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്? അടുക്കള ഞാൻ ഓരോരോ പണികളായിരുന്നില്ലേ എന്ന് ചോദിക്കുക. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം ഇപ്പം അതാണോ ഇവിടെ പ്രധാനം എന്ന് ചോദിക്കുക. പിന്നല്ലാതെ ദോശ എന്നുണ്ടാക്കുന്നത്, സാമ്പാർ വേണോ അതോ ചട്നി വേണോ, എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുക. അമ്മയുടെ ഒരു സാമ്പാറും ചട്നിയും. ദേ ഞാനുണ്ടാക്കുന്ന ആഹാരത്തെ കുറ്റം പറയുന്നോ? ഒന്നുമല്ലേലും ഞാൻ നിങ്ങൾക്ക് സ്വാദിഷ്ടമായ ആഹാരം ഉണ്ടാക്കി തരുന്നില്ലേ, അതിൻ്റെ ഒരു സ്നേഹമേലും എന്തുകൊണ്ട് കാണിക്കാം. എൻ്റെ പൊന്നമ്മയെ, അമ്മയുടെ ആഹാരമൊക്കെ അടിപൊളി തന്നെയാണ് എന്ന് മീനൊപ്പം പറയാം. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? അമ്മേ, അവരെല്ലാവരും കൂടി ടൂറ് പോയിരിക്കുകയല്ലേ? അതെ ബാലേട്ടൻ എന്നോടൊരു വാക്ക് പറഞ്ഞില്ല നേരത്തെ പോകുവാണെന്നുള്ള കാര്യം. എന്നിട്ട് കൂളിംഗ് ഗ്ലാസ്സും വെച്ച് ഇറങ്ങി വന്ന വരവേ, അല്ല ആ ബാലേട്ടൻ എവിടുന്ന് ആ കൂളിംഗ് ഗ്ലാസ് കിട്ടിയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം മീന് ചോദിക്കും, അതാണോ ഇപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് ചോദിക്കുക. അതും കാര്യമല്ലേ എന്ന് അപ്പം നമ്മുടെ ഗോമതി പറയുക. അത് അപ്പച്ചി ചിലപ്പം കടയിൽ വന്ന ആരെങ്കിലും ഗിഫ്റ്റ് കൊടുത്തതായിരിക്കും എന്ന് മിത്ര പറയൂ കേട്ടോ. ഗിഫ്റ്റോ? ഏയ്, അങ്ങനെ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുത്തെങ്കിലേ ബാലേട്ടൻ എന്നോട് പറയാതിരിക്കില്ല, ബാലേട്ടൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നേ എന്ന് ഗോമതി പറയും. അത് പിന്നെ അപ്പച്ചി, അത് ഗിഫ്റ്റ് കൊടുത്തത് വല്ല ഗേൾ ഫ്രണ്ട്സും ആണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അങ്കിള് അപ്പച്ചിയോട് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം. പോടി അവിടുന്ന്, എൻ്റെ ബാലേട്ടനെ ആകെ ഒരു ഗേൾഫ്രണ്ടേ ഉള്ളൂ, അത് ഈ ഗോമതിയാ എന്ന് പറയാം. ഓ, ഒരു ഗോമതി പോലും എന്ന് മീനും മിത്രയും പറയാം. നിങ്ങളെന്നെ കളിയാക്കുമെന്നും വേണ്ട, ഞാനേ നിങ്ങളുടെ അമ്മായിമ്മയാ, ആ ഒരു ബഹുമാനമൊക്കെ എനിക്ക് തരണം. ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടുന്ന പോലെയല്ലേ എന്നെ ഇട്ട് തട്ടുന്നത്, ഞാനായതുകൊണ്ട് ഇതൊക്കെ ക്ഷമിക്കുന്നു. ദേ നിങ്ങൾക്കിനി ദോശയില്ല സാമ്പാറും ഇല്ല, ഒന്നും ഉണ്ടാക്കി തരുന്നില്ല, ഞാനേ പുട്ടുണ്ടാക്കി വെക്കും, പഴം ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോണം എന്ന് പറയാം. എൻ്റെ അപ്പച്ചി, ഇന്ന് പഴവും പുട്ടും ഒന്നും വേണ്ട എന്ന് പറയാം. പിന്നെ നമ്മൾ പട്ടിണി കിടക്കുമോ? അപ്പം മീൻ പറയും, അമ്മേ അതല്ലേ ഞങ്ങൾ പറഞ്ഞു വരുന്നത്, ഞങ്ങളെ പറയാനൊന്ന്
എന്ന് പറയാം. എന്നാൽ നിങ്ങൾ പറ. അവരെല്ലാവരും കൂടി ടൂർ പോയിരിക്കുക. അതെന്തിനാ പോയിരിക്കുന്നേ? ആനന്ദേട്ടൻ്റെ മനസ്സൊക്കെ മാറി പഴയ പടി തിരിച്ചു കൊണ്ടുവരാനല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഗോമതി പറയും, അതെ. അതുപോലെ ഇവിടെ ഒരാളുള്ള കാര്യം എല്ലാവരും മറന്നുപോയോ? ദേവിയേടത്തി ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എത്ര ദിവസമായി? ദേവിയേടത്തിക്കും ഒരു മാറ്റം വേണ്ടേ? അത് വേണം എന്ന് അപ്പോൾ ഗോമതി പറയാം. അതുകൊണ്ട് നമുക്ക് ദേവിയെടുത്തിയായിട്ട് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. പുറത്തുനിന്ന് ആഹാരവും കഴിക്കാം. ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കണ്ട. നമ്മളും പുറത്തൊക്കെ പോയി അടിച്ചു പൊളിക്കുന്നു എന്ന് മിത്രയും ഏറ്റു പറയണം കേട്ടോ. അതൊക്കെ ശരിയാ, പക്ഷേ ദേവി സമ്മതിക്കുമോ എന്ന് ഗോമതി ചോദിക്കും കേട്ടോ. നമുക്ക് എല്ലാവർക്കും പോയി ദേവിയെടുത്തി കൊണ്ട് സമ്മതിപ്പിക്കാം. അമ്മ കൂടി നിർബന്ധിച്ചാൽ ദേവിയെടുത്തി ഉറപ്പായിട്ട് സമ്മതിക്കും എന്ന് പറയാം. ദേവിയെടുത്തിക്ക് ഒരു മാറ്റം വേണ്ടേ? ആനന്ദേട്ടൻ പഴയ ആളായിട്ട് സന്തോഷത്തോടെ മടങ്ങി വരുമ്പം ദേവിയടത്തിയുടെ ഈ മട്ടും ഭാവമൊക്കെ മാറണ്ടേ? എങ്കിലല്ലേ അവർക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് ചോദിക്കുക. അത് നേരാ എന്ന് ഗോമതി പറയാം. അപ്പം മീനും ഇത്രയും കൂടി പറയാം, ഇനി ദേവിയടത്തെ സമ്മതിപ്പിക്കുക എന്നുള്ളതാ ടാസ്ക്. നമുക്ക് 3 പേർ കൂടി പോയി നോക്കാം എന്ന് പറഞ്ഞ് ഗോമതി മീനും ഇത്രയും കൂടി ദേവിയുടെ മുറിയിലേക്ക് ചെല്ലുക. അവിടെ ദേവി ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുക. അപ്പം മീനു വന്ന് പറയും, ഏടത്തിയോട് എപ്പോഴും പറയാറില്ലേ ഇങ്ങനെ ആലോചിച്ച് കൂട്ടരുത് എന്ന്? ഇങ്ങനെ തനിച്ചിരുന്ന് ചിന്തിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും സങ്കടങ്ങൾ കൂടുന്നേ എന്ന് പറയണം. ഏടത്തി വേഗം ഒരുങ്ങിക്കേ എന്ന് മിത്ര പറയും. ഒരുങ്ങാനോ? എന്തിന്? നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്തു പോകാൻ പോവാ എന്ന് മിത്ര വീണ്ടും പറയും കേട്ടോ. പുറത്തു പോകാനോ? ഞാനില്ല, നിങ്ങളെല്ലാവരും പോയിട്ട് വാ, ഞാനിവിടെ ഇരിക്കാം എന്ന് പറയേ. അത് കേൾക്കുന്ന ഗോമതി പറയും, അതൊന്നും ശരിയാകില്ല, ഇവിടെ ഇന്നൊന്നും ഉണ്ടാക്കുന്നില്ല, നമ്മളെല്ലാം പുറത്തു പോയാൽ കഴിക്കാൻ പോകുന്നത്. നീയും വരണം, അവർ പോയി അടിച്ചു പൊളിക്കല്ലേ, അപ്പം നമുക്കും ഇച്ചിരി സന്തോഷമൊക്കെ വേണ്ടേ എന്ന് ഗോമതി പറയാം. ദേവി മോളെ, നീ ഒരുങ്ങിക്കേ, നമുക്ക് എല്ലാവർക്കും കൂടി പോകാം എന്ന് പറയണം. വേണ്ടമ്മേ, എൻ്റെ മനസ്സൊന്നും തീരെ ശരിയല്ല, ഞാൻ കൂടെ വന്നാൽ നിങ്ങളുടെ സന്തോഷം കൂടി ഇല്ലാന്നാകുകയുള്ളൂ, നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറയാം. അത് വേണ്ട എന്ന് അപ്പോൾ ഗോമതി പറയാം. നീയില്ലെങ്കിൽ ഞങ്ങൾ ആരും പോകത്തില്ല എന്ന് പറയട്ടോ. മീനും പറയും, അതെ, ഏടത്തി ഇല്ലാതെ ഞങ്ങൾ ആരും ഈ വീടിൻ്റെ പടി ഇറങ്ങുമെന്ന് ഏടത്തി കരുതണ്ട. മിത്ര പറയും, ഏടത്തിയോട് ഞാൻ കൂട്ടില്ല, ഏടത്തി ഒന്ന് കിട്ടിയൊരു ചാൻസ് ഏടത്തി കാരണം ഇപ്പോൾ പോവുമല്ലേ എന്ന് പറയണം കേട്ടോ. അപ്പോഴത്തേക്കും മീനു പെട്ടെന്ന് പറയും, അനുമോളും വരുന്നുണ്ട് എന്ന് പറയണം. അവളുടെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞ് കിടക്കല്ലേ, അവൾക്കും ഒരു മാറ്റം ഇപ്പോൾ അത്യാവശ്യമാണ്, നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് വരാം എന്ന് പറയട്ടോ. അപ്പം ദേവി പറയും, അനുവിനും ഒരു മാറ്റം ആവശ്യമുള്ളതാ, അനു വരുന്നുണ്ട്, അവളുടെ സന്തോഷത്തിന് വേണ്ടി ഞാനും വരാം എന്ന് പറയണം. അങ്ങനെ വേണം എൻ്റെ ദേവിമോള് എന്ന് ഗോമതി പറയും കേട്ടോ. എങ്കിൽ വേഗം റെഡിയാവുക, നമുക്ക് എല്ലാവർക്കും കൂടി പോകാം എന്ന് പറയേ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് സുകന്യ വരിക. എന്തു പറ്റി സുകന്യ, നീ ഒരുങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗോമതി, അത് പിന്നെ ചേച്ചി, എനിക്കൊരു തലവേദന, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് പോരെ എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മിത്ര പറയും, ചേച്ചിക്ക് തലവേദനയാണെങ്കിൽ ചേച്ചി ഇവിടെ റെസ്റ്റ് എടുത്തോ, ഇവിടെ നിന്നിപ്പം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ചേച്ചിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നോളാം എന്ന് പറയണം. അത് ഞാൻ പറയാം എന്ന് അപ്പം സുകന്യ പറയണം കേട്ടോ. എന്നിട്ട് അവരവരുടെ റൂമിലേക്ക് എല്ലാവരും പോവുകയാണേ ഒരുങ്ങാനായിട്ട്. സുകന്യയുടെ മനസ്സിൽ ഇതൊന്നുമല്ല, എല്ലാവരും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കൃഷ്ണമംഗലത്തേക്ക് ഒന്ന് പോകാലോ, അവിടെ പോയി അനുവിൻ്റെ കല്യാണക്കാര്യവും മറ്റും രാജശ്രീയെ അറിയിക്കണം. അതിനുവേണ്ടിയാണ് ഇവരുടെ കൂടെ പോകാതെ മാറി നിൽക്കുന്നത് നമ്മുടെ സുകന്യ. അങ്ങനെ എല്ലാവരും ഒരുങ്ങി ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പം നമുക്ക് പോയാലോ എന്ന് ചോദിക്കാം. അങ്ങനെ തയ്യാറെടുപ്പുകളോടെ നിൽക്കുക. സുകന്യ ഇപ്പോൾ എങ്ങനെയുണ്ട് തലവേദന എന്ന് കോമതി അപ്പോൾ ചോദിക്കും. ചേച്ചി തലവേദനയ്ക്ക് ഇപ്പോൾ കുറവുണ്ട്. അപ്പോൾ ദേവി പറയും, അങ്ങനെയാണെങ്കിൽ ഇനി സുകന്യ ചേച്ചിക്ക് ഞങ്ങളുടെ കൂടെ വന്നാലെന്താ, ഇവിടെ തനിച്ചിരിക്കണ്ടേ എന്ന് ദേവി ചോദിക്കും കേട്ടോ. അപ്പം പെട്ടെന്ന് നമ്മുടെ മീനുവാണെങ്കിൽ ദേവിയെ പയ്യൊന്ന് തട്ടും. ചേച്ചിക്ക് തലവേദനയാണെന്ന് പറഞ്ഞല്ലോ ദേവിയെടുത്തി, ചേച്ചിക്ക് തലവേദനയാണ്, ചേച്ചി റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറയാം. അതെ, എനിക്ക് വലിയ കുറവൊന്നുമില്ല, തലവേദനയുണ്ട്, കുറവുണ്ട് എന്നേ ഉള്ളൂ എന്ന് സുകന്യ അപ്പോൾ പെട്ടെന്ന് മാറ്റി പറയൂട്ടോ. എനിക്ക് മനസ്സിലാകുന്നുണ്ടടി, ഞാൻ കൂടെ വരുന്നത് നിനക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് മീനുവിനെ പറ്റി പറയണം മനസ്സിൽ. എനിക്ക് കൃഷ്ണമംഗലത്ത് പോകേണ്ടതുണ്ട്, അതുകൊണ്ടാണ് നിൻ്റെ കടവിന് ഞാൻ നിന്ന് തരുന്നേ എന്ന് മനസ്സിൽ പറയണേ. ഇതേ സമയം നമ്മുടെ ബാലനും കൂട്ടരും ഏകദേശം കന്യാകുമാരി അടുത്തെത്താറായിട്ടുണ്ട്. അവർ പോകുന്ന വഴി അരികിലായിട്ട് ഒരു അരുവി കാണുക. അപ്പോൾ അരുവി കാണുമ്പോഴത്തേക്കും ബാലൻ പറയും, ദേ മക്കളെ, നിങ്ങൾ നോക്കിക്കേ, നല്ല അടിപൊളി പുഴ, നല്ല വെള്ളം എന്ന് പറയാം. അച്ഛാ അതിനിപ്പോൾ എന്താ എന്ന് അപ്പം ആരും ചോദിക്കും. നമുക്ക് അവിടെ ഒന്ന് ഇറങ്ങി കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാം, മനസ്സും ശരീരവും ഒരുപോലെ കുളിർമയുണ്ടാകും എന്ന് പറയാം. അപ്പം ആരും പറയും, അച്ഛാ അത് കണ്ടിട്ട് അത്ര വൃത്തിയുള്ള വെള്ളമായിട്ടൊന്നും തോന്നുന്നില്ല, ഒന്ന് പോടാ, നല്ല തെളിനീര് പോലെ തെളിഞ്ഞ വെള്ളമാണ്, കാട്ടിൽ നിന്ന് ഒഴുകി വരുന്നതാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അത്തരത്തിലുള്ള വെള്ളത്തിലൊക്കെ കുളിക്കുന്നതേ വളരെ നല്ലതാ ശരീരത്തിന്. നിങ്ങൾ ഇറങ്ങുന്നുണ്ടോ, വരാനാ പറഞ്ഞത്. അപ്പോൾ ആകാശ് പറയും, അച്ഛാ ആവശ്യമില്ലാത്ത പല ബാക്ടീരിയകളും ആ വെള്ളത്തിൽ കാണും, നമ്മൾ
നമ്മളതൊക്കെ അതിലൊക്കെ കുളിച്ച് കഴിഞ്ഞ് നമ്മുടെ ചെവിയിലൊക്കെ വെള്ളം കയറി വല്ല അസുഖവും പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ എന്തിനാ വേണ്ടാത്ത വയ്യാവലി എടുത്ത് തലയിൽ വെക്കുന്നത് എന്ന് ആകാശ് പറയാം. നിങ്ങൾക്കൊന്നും പ്രകൃതിയെപ്പറ്റി അറിയാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നമ്മളെ പ്രകൃതിയോട് ഇണങ്ങി വേണം ജീവിക്കാൻ. കിട്ടുന്ന അവസരങ്ങളൊക്കെ മണ്ണിലിറങ്ങി കളിക്കുകയും പണിയെടുക്കുകയും അതുപോലെ പുഴകളിൽ കുളിക്കുകയും ഒക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുന്നതാ ശരീരത്തിന് വളരെ നല്ലതാ. മര്യാദയ്ക്ക് ഇറങ്ങി വാ എന്ന് പറയണം കേട്ടോ. അപ്പം മനസ്സില്ലാ മനസ്സോടെ എല്ലാവരും ബാലൻ്റെ പിന്നാലെ ഇറങ്ങുകയാണ്. അപ്പോൾ ആ അരുവിയുടെ അരികിലിരുന്ന് ഒരാൾ ചൂണ്ടിയിടുവാണ് കേട്ടോ. അപ്പോൾ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് ബാലൻ പറയും നമുക്ക് ഇവിടെ ഡ്രസ്സൊക്കെ ഊരി വെക്കാം എന്നിട്ട് കുളിക്കാം എന്ന് പറയുമ്പം ആ പയ്യൻ വന്നിട്ട് പറയും അയ്യോ ഇത് സ്ത്രീകൾ കുളിക്കുന്ന കടവാ, ഇവിടെ പുരുഷന്മാർ കുളിക്കാറില്ല എന്ന് പറയാം. അല്ല അപ്പൂപ്പ ഇവിടെ നിന്ന് കുളിച്ചു കഴിഞ്ഞാലേ അത് പ്രശ്നമാകും എന്ന് പറയാം. അപ്പോൾ ബാലനെ നോക്കിയാൽ അപ്പൂപ്പാന്ന് വിളിക്കുന്നത്. എന്താടാ നീ എന്നെ വിളിച്ചത് അപ്പൂപ്പാന്ന്? ഞാനോ അപ്പൂപ്പനോ? ഈ ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ മുഖത്ത് നോക്കി എന്നെ അപ്പൂപ്പാന്ന് വിളിക്കാം നിനക്ക് എങ്ങനെ തോന്നിയുടെ പീർ ചെറുക്ക എന്ന് ചോദിക്കും. ദേ അപ്പൂപ്പ, ഇത്രയും പ്രായമുള്ള മനുഷ്യനെ അപ്പൂപ്പാന്നല്ലാതെ പിന്നെ ഞാൻ എന്താ ചേട്ടാന്ന് വിളിക്കണോ എന്ന് അപ്പം അയാൾ ചോദിക്കും കേട്ടോ. ദേ ഇവിടെ കുളിക്കാൻ കഴിയില്ലെന്ന് അപ്പൂപ്പനോട് ഞാൻ പറഞ്ഞത്. ഇവിടെ സ്ത്രീകൾ മാത്രം കുളിക്കുന്ന കടവാ, പുരുഷന്മാരുടെ അപ്പുറത്ത് മാറിയ എന്ന് പറയും. അപ്പം ആരും ആകാശോട് പറയാം അച്ഛാ വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്, നമുക്കിവിടെ കുളിക്കണ്ട, നമുക്ക് കന്യാകുമാരി ചെന്നിട്ട് റൂം എടുത്ത് ഫ്രഷ് ആകാം എന്ന് പറയും കേട്ടോ. അതാണോ ഇപ്പോൾ ഇവിടുത്തെ കാര്യം? ഇവിടെ കുളിക്കുന്നില്ലേ കുളിക്കണ്ട, പക്ഷേ അവൻ എന്നെ അപ്പൂപ്പാന്ന് വിളിച്ചു. ഇവന് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ വിളിക്കാൻ തോന്നിയത്? പിന്നെ 19 വയസ്സുള്ള അപ്പൂപ്പനെ അപ്പൂപ്പാന്നല്ലാതെ ചെറുപ്പക്കാരാന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് പറയാം. ഈ ഗോമതി സ്റ്റോഴ്സ് ബാലനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിനക്ക് എങ്ങനെ തോന്നുന്നടാ എന്ന് അയാളോട് വീണ്ടും ബാലൻ ചോദിക്കും കേട്ടോ. ആരായി ബാലൻ എന്ന് അപ്പോൾ ആ പയ്യൻ ചോദിക്കും. അത് അച്ഛനാ എന്ന് പറഞ്ഞ് ആരും ചൂണ്ടിക്കാണിക്കും. ഈ അപ്പൂപ്പൻ്റെ പേരാണോ ബാലൻ? ആഹാ, വെറുതെ അല്ല അപ്പൂപ്പൻ ഇത്ര തിളക്കം. അപ്പൂപ്പനിടാൻ പറ്റിയ പേരെ ബാലൻ. ബാലൻ പോലും കണ്ടാലും പറയും എന്ന് പറയാൻ കേട്ടോ. എടാ നിനക്ക് എങ്ങനെ തോന്നുന്നടാ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഞാനേ ഗോമതി സ്റ്റോഴ്സ് ബാലനാ, അപ്പൂപ്പൻ പോലും എന്നും പറഞ്ഞ് വീണ്ടും കയർക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആരിനും ആകാശം കൂടി ബാലനെ പിടിക്കുക. എന്നിട്ട് പറയും അച്ഛ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, നമ്മളിവിടെ ടൂറിനായിട്ട് വന്നതല്ലേ, വെറുതെ മനസ്സമാധാനം കളയല്ലേ എന്ന് പറയാം. അപ്പം അധർമ്മനും വന്ന് പറയും അളിയാ അവൻ പറഞ്ഞതില്ലേ നമുക്ക് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇവൻ എന്നാലും എന്നെ അപ്പൂപ്പാന്ന് വിളിച്ചില്ലേ, അത് പോട്ടെ അളിയാ, ചെറിയ പയ്യനല്ലേ, അവൻ്റെ അറിയാത്തത് കൊണ്ട് വിളിച്ചതാ എന്ന് പറയാം. നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് പോകാം, നമ്മൾ വെറുതെ പ്രശ്നങ്ങളിലൊന്നും പോയി ചാടാൻ നിൽക്കണ്ട എന്ന് പറയട്ടോ. ആനന്ദം വന്ന് പറയും അതെ അച്ഛ നമുക്കിപ്പോൾ തന്നെ പോകാം എന്ന് പറയണേ. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ നിന്ന് അനുനയിപ്പിച്ചുകൊണ്ട് ബാലനെ കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് അവരെല്ലാവരും. ഇതേ സമയം നമ്മുടെ ഗോമതിയും കൂട്ടരും കൂടി പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത്. മറ്റാരുമല്ല ഉദയഭാനുമാണ് വരുന്നത്. ഉദയഭാനു വരുന്നത് കാണുമ്പോൾ മീനുവിനും ഇത്രയ്ക്ക് നല്ല ദേഷ്യം വരിക. ഇന്ന് ഇയാൾ കാരണം യാത്ര മുടങ്ങൂലോ എന്നുള്ള രീതിയിൽ. അന്നേരം ഉദയഭാനു കയറി വരിക. അല്ല എല്ലാവരും കൂടി ഇത് എങ്ങോട്ടാ എന്ന് പറയാം. അപ്പം നമ്മുടെ ദേവി പറയും അച്ഛ ഞങ്ങളൊന്ന് പുറത്തു പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ എന്ന് പറയാം. അച്ഛൻ പോയിട്ട് പിന്നെ വാ എന്ന് പറയണം. അതെയോ, എങ്കിൽ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വെറുതെ വന്നതാ, ദേവി മോളെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി എന്ന് പറയണേ. അത് കേൾക്കുമ്പോഴത്തേക്കും ശരി അങ്കിൾ എന്നും പറഞ്ഞ് മീനും ഇത്രയും പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഗോമതി പറയും അയ്യോ അങ്ങനെ ഉദയഭാനു സാറ് വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ പോകാമെന്ന് വെച്ചാൽ അത് ശരിയല്ലല്ലോ, കയറി വാ എന്ന് പറയണം. അപ്പം മീനു ആണെങ്കിൽ ഗോമതി പയ്യെ ഒന്ന് തട്ടും. എന്നാടി ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരിച്ചിരി വെള്ളം പോലും കൊടുക്കാതെ പറഞ്ഞയക്കാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഗോമതിക്ക് പിന്നാലെ എല്ലാവരും അകത്തേക്ക് കയറി പോവാം. അച്ഛൻ വാ എന്നും പറഞ്ഞുകൊണ്ട് ദേവിയും അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോകും കേട്ടോ. എന്നിട്ട് ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം എന്ന് പറഞ്ഞ് ഗോമതി അടുക്കളയ്ക്ക് പോവാം. അപ്പോൾ ഗോമതിക്ക് പിന്നാലെ മീനും ഇത്രയും കൂടി ചെല്ലും. ഇപ്പം സുകന്യയും നമ്മുടെ ദേവി മാത്രമേ ഇപ്പം ഉദയഭാനുവിൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും സുകന്യയും കൂടി ഒഴിവാക്കണം, എന്നിട്ട് വേണമല്ലോ ദേവിയോട് സംസാരിക്കാൻ. അതിനുവേണ്ടി ഉദയഭാനു പറയും മോളെ സുകന്യെ അങ്കിളിന് കുടിക്കാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ട് തരാവോ എന്ന് ചോദിക്കാം. അയ്യോ അതിനെന്താ അങ്കിളെ, ഞാൻ ഇപ്പം തന്നെ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് സുകന്യ അകത്തേക്ക് പോവുകയാണേ. അതേസമയം ദേവി അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിക്കും അച്ഛൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഒരു കാര്യവും ഇല്ലാതെ അച്ഛൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. എന്താ അച്ഛാ കാര്യം? അതുമോളെ ആനന്ദ് നിന്നെ ഉപദ്രവിക്കാറ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുക. ശാരീരിക ഉപദ്രവം ഇതുവരെ ആനന്ദേട്ടൻ എൻ്റെ അടുത്ത് ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. ആനന്ദേട്ടൻ എന്തു പറഞ്ഞാലും അതെല്ലാം കേട്ട് നിൽക്കാനല്ലേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ, അതിനുള്ള അർഹതയല്ലേ എനിക്കുള്ളൂ എന്ന് പറയാം. അത്രയേറെ തെറ്റുകൾ ഞാൻ ആനന്ദേട്ടനോട് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഉദയഭാനു മറുപടി ഇല്ലാതെ തല കുനിച്ച് നിൽക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.